മൊത്തത്തിൽ 30 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു വയ്ക്കാം. ഞങ്ങളിവിടെ 1 കിലോ സവാള എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുത്തുപണീസ്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൽ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുകുഞ്ഞാ അരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഇനി നമുക്ക് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ള ലൈക്ക് ബട്ടൺ ഒന്ന് നെക്കി നീലയാക്കണേ. ഇനി നമ്മുടെ അടുത്ത സാധനം കുനുകുനാ അരിഞ്ഞ തക്കാളി. അപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 1 സ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മളത് അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇത്രയും പൊടി ഐറ്റംസ് ആണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇവിടെ 30 മുട്ട പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്തതാണ്. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇത് കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നല്ലൊരു മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കണം.
അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യണേ. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ മുട്ടപ്പരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങിലേക്ക് കിടക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചോറ് കഴിക്കുമ്പോൾ വേറൊരു കറി ഇല്ലെങ്കിലും ഈ കറി മതി നമുക്ക് നമ്മുടെ ചോറ് ഫിനിഷ് ചെയ്യാൻ നമ്മൾ അറിയത്ത പോലെ അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കറിയും മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. മീനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്.